മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ച് മാഡം കുറേ സമയം ഇരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില പരിമിതികൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ഒരു ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഒരു ശ്രമം ആരോഗ്യവകുപ്പ് നടത്തി. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. ആകെ മിച്ചം പൊതുജന വികാരം എതിരാക്കിയെന്നത് മാത്രം. ഒടുവിൽ വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ച സമവായത്തിലേക്ക് നീങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. മന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഹാരിസിനെ അനുനയിപ്പിക്കാനായത് ആരോഗ്യവകുപ്പിനും നേട്ടമാണ്. ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെങ്കിലും പോകുന്നതാണ് നല്ലത്. ഹാരിസ് ചിറക്കലിനെതിരെയുള്ള നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു KGM-CTA. തുടക്കം മുതലേ ഹാരിസിന് പിന്നിൽ ഉറച്ചു നിന്നു സംഘടന. ഏറ്റവും ഒടുവിൽ ഹാരിസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന ഉറപ്പ് വാങ്ങിയെടുക്കുന്നതിലും KGM-CTAക്ക് വിജയിക്കാനായി. KGM-CTAയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ള ഒരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് സാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGM-CTA ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട നാളുകൾ നീണ്ടുനിന്ന വിവാദം സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഇനിയും ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ആരോഗ്യത്തിന് നല്ലതാകില്ല എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.